സ്വയംഭരണത്തിന് വേണ്ടിയുള്ള ലഡാക്ക് ജനതയുടെ മുറവിളി പഴയതാണെങ്കിലും ഇപ്പോഴുള്ള കലാപം മോദി ഭരണകൂടത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഒരു സമരം ലഡാക്കിന്റെ നഷ്ടപ്പെട്ട ജനാധിപത്യവും പരിസ്ഥിതിയും തിരിച്ചുപിടിക്കാനായി കൊടും തണുപ്പിലും നിരാഹാരമിരുന്ന മക്സസെ പുരസ്കാര ജേതാവും കാലാവസ്ഥ, വിദ്യാഭ്യാസ, സാമൂഹിക പ്രവർത്തകനുമായ സോനം വാങ്ചുക്. ലഡാക്കിലെ ഇപ്പോഴത്തെ പ്രക്ഷോഭത്തിന് കാരണക്കാരനായെന്ന പേരിലാണ് അദ്ദേഹം ഇന്ന് ജയിലിൽ കിടക്കുന്നത്. 2023 തുടങ്ങിയ സമരം പൊടുന്നനെ എങ്ങനെ അക്രമാസക്തമായി? എന്താണ് ലഡാക്കിന്റെ യഥാർത്ഥ പ്രശ്നം? 2023 ലഡാക്കിന് സംസ്ഥാന പദവി തിരികെ നൽകണമെന്നും അതിലോലമായ പരിസ്ഥിതി സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് വാങ്ചുക് 21 ദിവസത്തെ നിരാഹാര സമരം നടത്തിയത്. പ്രധാനമായും 2 കാര്യങ്ങളാണ് വാങ്ചുക്കും ലഡാക്ക് ജനതയും ആവശ്യപ്പെടുന്നത്. 1. ലഡാക്ക് ജനതയുടെ ജനാധിപത്യാവകാശങ്ങൾ സംരക്ഷിക്കുക. 2. ലഡാക്കിന്റെ ദുർബലമായ പരിസ്ഥിതി സംരക്ഷിക്കുക. 2019 ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കി കശ്മീരിനെയും ലഡാക്കിനെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി വിഭജിച്ചതിനു ശേഷം തങ്ങളുടെ ജനാധിപത്യാവകാശങ്ങൾ ഹനിക്കപ്പെട്ടതായി ലഡാക്ക് ജനത ആരോപിക്കുന്നു. ജനാധിപത്യ സംരക്ഷണത്തിനായി 4 ആവശ്യങ്ങളാണ് വാങ്ചുക്കും കൂട്ടരും മുന്നോട്ട് വയ്ക്കുന്നത്. ലഡാക്കിന് സംസ്ഥാന പദവി നൽകുക, ലഡാക്കിനെ ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുക, ലഡാക്കിനും കാർഗിലിനും പാർലമെന്ററി സീറ്റുകൾ, ലഡാക്ക് ജനതയ്ക്ക് തൊഴിലവസരത്തിനായി പ്രത്യേക പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിക്കുക. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ അസം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നിവിടങ്ങളിലെ തദ്ദേശീയ ഗോത്ര മേഖലകൾക്ക് ഭരണപരമായ അവകാശങ്ങളും സംരക്ഷണവും ഉറപ്പു നൽകുന്നതിനായി സ്വയംഭരണാവകാശം അനുവദിക്കുന്നതാണ് ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ. ലഡാക്കിനെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താമെന്ന് ജനങ്ങൾ മാത്രം മുന്നോട്ട് വെച്ച ആവശ്യമല്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2020 നടന്ന ലേ ഹിൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിലും ലഡാക്കിനെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുമെന്ന് BJP വാഗ്ദാനം നൽകിയിരുന്നു. ഈ തിരഞ്ഞെടുപ്പുകളിൽ BJP വിജയിക്കുകയും ചെയ്തു. പക്ഷേ ലഡാക്ക് ജനത ഏറെ വിശ്വസിച്ച ഈ വാഗ്ദാനം നടപ്പിലാക്കപ്പെട്ടില്ല. ലഡാക്കിലെ ആദിമ നിവാസിക്കാർ ഇൻഡോ ആര്യൻ വംശജരായ ഡാർഡുകളാണ്. ടിബറ്റിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ കൂടാതെ സ്കാർദു, പുരാങ്, ഗുംഗെ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും ലഡാക്കിൽ സ്ഥിരതാമസമാക്കി. ലഡാക്കിൽ നിന്നാണ് ടിബറ്റിലേക്ക് ബുദ്ധമതം പ്രചരിച്ചതും. ഇന്ത്യയുടെ സുരക്ഷയിൽ ലഡാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. ലഡാക്കിന്റെ വലിയൊരു ഭാഗം നിലവിൽ ചൈനയുടെ കൈവശമാണ്. ഇന്ത്യൻ നിയന്ത്രണത്തിലുള്ള ചില പ്രദേശങ്ങളും ടിബറ്റിന്റെ ഭാഗമായാണ് ചൈന കാണുന്നത്. എന്നാൽ തങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യം ടിബറ്റിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ലഡാക്കുകാർ. ആ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ സ്വയംഭരണാവകാശം വേണമെന്നാണ് അവർ കരുതുന്നത്. തണുത്തുറഞ്ഞ ലഡാക്കിന്റെ മണ്ണിൽ 2023 വാങ്ചുക് നിരാഹാര സമരം തുടങ്ങിയത്. ലേ ജില്ലയിൽ ഭൂരിപക്ഷമുള്ള ബുദ്ധമത വിശ്വാസികളുടെ ലഡാക്ക് എപ്പെക്സ് ബോഡിയും മുസ്ലിം ഭൂരിപക്ഷമുള്ള കാർഗിലിലെ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും വാങ്ചുക്കിന്റെ പ്രക്ഷോഭത്തെ പിന്തുണച്ചു. അന്നു മുതൽ ഈ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ ഉന്നതതല സമിതിയുമായി ഈ 2 സംഘടനകളും ചർച്ച നടത്തുന്നുണ്ടെങ്കിലും ഇരുവിഭാഗങ്ങൾക്കും സ്വീകാര്യമായ വ്യവസ്ഥകളിലെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. 2025 സെപ്റ്റംബർ 10 വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ 2ാം ഘട്ട സമരം തുടങ്ങിയത്. സെപ്റ്റംബർ 10 വാങ്ചുക് ഉൾപ്പെടെ 15 പേർ നിരാഹാര സമരം തുടങ്ങി. എന്നാൽ ചൊവ്വാഴ്ചയോടെ സെറിംഗ് അങ്ചുക്, താഷി ഡോൾമ എന്നീ സമരക്കാരുടെ ആരോഗ്യസ്ഥിതി വഷളാവുകയും ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇതോടെ ലഡാക്ക് എപ്പെക്സ് ബോഡിയുടെ യുവജന വിഭാഗം തെരുവിലിറങ്ങി. BJP ഓഫീസിന് തീ വയ്ക്കുകയും സൈനിക വാഹനങ്ങൾ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതോടെ സുരക്ഷാ സൈന്യം വെടിവെപ്പ് നടത്തി. ഇതിൽ 4 പേർക്ക് ജീവൻ നഷ്ടമാവുകയും 80ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിന്നാലെ പ്രക്ഷോഭത്തിന് കാരണം വാങ്ചുക്കാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അറബ് വസന്തത്തോടും നേപ്പാൾ ജൻസി പ്രക്ഷോഭത്തോടും ലഡാക്കിലെ പ്രതിഷേധത്തെ ഉപമിച്ചുള്ള വാങ്ചുക്കിന്റെ പ്രസംഗമാണ് കാര്യങ്ങൾ കൈവിട്ടുപോകാനിടയാക്കിയതെന്നാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്.